ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ അത് അമേരിക്കയുടെ എയർബേസുകൾ മാത്രമല്ല ഇപ്പോൾ ഇറാൻ ലക്ഷ്യം വെക്കുന്നത്. അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനമായ ബഹ്റൈനിൽ മാത്രം അല്ലെങ്കിൽ വ്യോമത്താവളങ്ങൾ, വിമാനത്താവളങ്ങൾ, അമേരിക്കയുടെ സൈനിക വിന്യാസമുള്ള മേഖലകൾ മാത്രമല്ല ഇപ്പോൾ ഇറാന്റെ ടാർഗറ്റായി കാണുന്നത്. ജനവാസ മേഖലയിൽ UAE-യുടെ, ദുബായിയുടെ, ഗൾഫ് രാജ്യങ്ങളുടെ അഭിമാന സ്തംഭങ്ങളായ കെട്ടിടങ്ങൾ കൂടി ലക്ഷ്യം വെക്കുകയാണ്. വലിയ വലിയ കെട്ടിടങ്ങൾ ടാർഗറ്റ് ചെയ്യുകയാണ് ഇറാന്റെ മിസൈലുകൾ. ദുബായിൽ, ദോഹയിലും, ഖത്തറിലും, ബഹ്റൈനിലും, കുവൈറ്റിലുമൊക്കെ ഉഗ്ര സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ നിന്ന് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങൾ, വിലാപങ്ങൾ കേൾക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് ഇപ്പോൾ പല വീഡിയോകൾ, ഇറാനിൽ നിന്ന് വരുന്ന വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ അതിൽ ഇറാനിൽ ആഹ്ലാദിക്കുന്ന, കൈകൊട്ടിച്ചിരിക്കുന്ന അലി ഖമേനിയുടെ, അവരുടെ പരമോന്നത നേതാവിൻ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞ് സന്തോഷിക്കുന്ന, ഹിജാബ് പോലും ധരിക്കാത്ത സ്ത്രീകൾ തെരുവുകളിൽ ഇറങ്ങി സന്തോഷിക്കുന്ന, കൈകൊട്ടി പാടുന്ന, ആഹ്ലാദിക്കുന്ന ദൃശ്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് പങ്കുവെക്കുകയാണ്. ഇറാനിയൻ ജനത സന്തോഷിക്കുകയാണ്, അവർ ആഹ്ലാദിക്കുകയാണ്, അവർ ആഘോഷിക്കുകയാണെന്ന് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേസമയം തന്നെ ഇറാനിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നും ഈ വീണ്ടും ദുബായിൽ സ്ഫോടനം. ബഹ്റൈനിൽ 45 മിസൈലുകളാണ് ഇതുവരെ പതിച്ചിട്ടുള്ളത്. ഓർക്കണം, 45 മിസൈലുകൾ, 27 സൈനിക കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ഇറാൻ ടാർഗറ്റ് ചെയ്തത്. അതിൽ ജനവാസ മേഖലയിലേക്ക് കൂടി ഇറാന്റെ മിസൈലുകൾ പതിക്കുകയാണ്. ദുബായിൽ 1 മണിക്കൂറിനുള്ളിൽ 3 സ്ഫോടനങ്ങളാണ് നടന്നിരിക്കുന്നത്. ഏറ്റവും പുതിയ സ്ഫോടനം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. സുരേഷ്, ഇത് എവിടെയാണ് ഈ സ്ഫോടനങ്ങൾ നടക്കുന്നത്? നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏറ്റവും പ്രധാനമായും ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം, അതോടൊപ്പം തന്നെ ആളുകൾ പറയുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവീർ മേഖലയിൽ സ്ഫോടനം കേട്ടതായ റിപ്പോർട്ടുണ്ട്. അവീർ മേഖലയുടെ ഏറ്റവും വലിയൊരു തന്ത്രപ്രധാന കാര്യം എന്ന് പറയുന്നത് അവീറിൽ നിന്നും വലിയ അകലെയല്ലാതെ ദുബായിയുടെ സൈനിക സംവിധാനങ്ങളുണ്ട്. ആ മേഖലയിലേക്ക് ലക്ഷ്യം വെച്ച് ഒരുപക്ഷെ ആക്രമണം നടത്തിയിരിക്കണം. അത് UAE ആ മിസൈൽ ആക്രമണത്തെ ചെറുത്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കും തൊട്ടടുത്തുള്ള അവീറിൽ നിന്നും ശബ്ദം കേട്ടതായിട്ട് ആളുകൾ പറയുന്നത്. അവീർ ദുബായിലെ ഏറ്റവും വലിയ മാർക്കറ്റ് കൂടിയാണ് അവീർ മേഖല. അവിടെ നിന്നും ശബ്ദം കേട്ടതായി ആളുകൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തോട് ചേർന്നുള്ള പ്രദേശമാണ്. അൽനഹദയാണെങ്കിലും കിസൈസ് ആണെങ്കിലും ഒക്കെ അൽനഹദ 2-ൽ നിന്നൊക്കെ മലയാളികൾ പറയുന്നു, ശബ്ദം കേട്ടതായി പറയുന്നുണ്ട്. ഇന്ന് രാവിലെ ശബ്ദം കേട്ട മേഖല എന്ന് പറയുന്നത് ബുർജ് അൽ അറബിന്റെ ഭാഗത്തു നിന്നുമാണ്. അവിടെ നിന്നും ശബ്ദം കേട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇങ്ങനെ പല ഇടങ്ങളിൽ നിന്നും ആളുകൾ പറയുന്നുണ്ട്, സ്ഫോടന ശബ്ദം കേട്ടതായി ആളുകൾ പറയുന്നുണ്ട്. സ്ഫോടനം നടന്നതായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയൊരു ആശ്വാസം, ഇതിലൊന്നും ആർക്കും പരിക്കേറ്റതായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള നാശനഷ്ടം സംഭവിച്ചതായോ ഉള്ള അറിയിപ്പ് നാശനഷ്ടങ്ങളുടെ അല്ലെങ്കിൽ ആർക്കെങ്കിലും പരിക്കേറ്റോ അത് സംബന്ധിച്ച വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ വലിയ ആശങ്കയിലാണ്. ഗൾഫിൽ സ്ഫോടന പരമ്പര തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്.